ഹലോ. അപ്പോൾ ഇന്ന് പാലക്കാട്ടേക്കൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അത് കൃഷി ഓഫീസിൽ നിന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി റെഡിയായി നിൽക്കണം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. 8 മണിക്കാണ് എത്താൻ പറഞ്ഞത്. അവിടുന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ലൈമോളുണ്ട്. ലൈമോൾ സെറ്റായി ഒരുങ്ങി നിൽക്കാം കേട്ടോ. ഞാൻ, അമ്മ, ലൈമോളാണ് പോണത്. കൃതി ബേബിനെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരാണ് ലൈമോള്. അതാണ്. അച്ഛനെയൊന്നും പോവേണ്ടത്. അച്ഛൻ്റെ പകരം ഞാൻ പോകുന്നു. കാറ്റെടുത്തോളാം. പിന്നെ ബാക്കി കാഴ്ചകൾ കാണാം. ഇതാ അമ്മയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതവിടെ അപ്പോൾ ഗായ്സ്, ഞാൻ ബാഗും പെട്ടിയും പെരക്കൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. 8 മണിക്ക് എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഇതാ റെഡിയായി റോട്ടുമ്മക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരേട്ടന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആൾ വന്നാൽ ആൾ ഓട്ടോറിക്ഷയിൽ പോകാൻ പറഞ്ഞ് നിൽക്കുകയാണ്. കൃതി ബേബിന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഡ്രസ്സിൽ ഫുള്ളും ചളി ഒക്കെ ആക്കി മണ്ണ് വണ്ടി കളിച്ചു. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഫുള്ള് മാറ്റിയിട്ടു. അപ്പോൾ ഞാനും അമ്മയും കുട്ടിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ റോട്ടുമ്മക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ അതിൻ്റെ ഇടയിൽ സാരിയൊക്കെ മാറ്റിയിട്ടോ. മഴയല്ലേ, ആ സാരി ഒന്നും എടുക്കേണ്ടതാണ് കേട്ടോ. അമ്മ സാരിയൊക്കെ മാറ്റി. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കണം. ഞങ്ങളിങ്ങനെ പോവല്ലേ. ഇത് മെയിൻ റോഡാട്ടോ. ഞങ്ങൾക്ക് ഒന്ന് ഇറങ്ങാൻ മാത്രമേ ഉള്ളൂ റോഡിലേക്ക്. ഞങ്ങൾ മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതാ ബസ്സുകളും കാറുകളും ബൈക്കുകളും ഒക്കെ ഇങ്ങനെ ചീറി ചീറി പാഞ്ഞ് പോകുന്നുണ്ട്. ഞങ്ങൾ ആ ഏട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ റോഡിൽ നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അറിയുന്ന ആൾക്കാരെന്നല്ല, ബസ് കയറാൻ വരുന്ന ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. പീടിയിൽ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ നോക്കണുണ്ട് എവിടേക്കാണ് വട്ടിയും കൊട്ടൊക്കെ എടുത്ത് പോകണതെന്നൊക്കെ. അങ്ങനെ ആ ഏട്ടൻ വന്നിട്ടുണ്ട്. ആളൊരു കൃഷിക്കാരനാണ്. അപ്പോൾ വൈഫും ഉണ്ടാവലുണ്ട് ഇങ്ങനെ കൃഷിഭവനിലൊക്കെ പോകുമ്പോൾ. ഞാൻ അച്ഛൻ്റെ മകനാണല്ലോ വന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ആളില്ല. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തു നിന്ന് ബസ്സിൽ കയറാമെന്ന് പറഞ്ഞ് സെറ്റാക്കിയതാണ്. അപ്പോൾ ബ്ലോക്കിലാണ്. അപ്പോൾ ബ്ലോക്കിൽ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ അങ്ങനെ പോവുകയാണ്. കൃതി ബേബിൻ്റെ പാർസൽ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബ്ലോക്കിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. റോഡ് പണിയാണ്, കണ്ടില്ലേ? റോഡൊക്കെ കിടത്തം. എന്നീ റോഡൊക്കെ നന്നാക്കി കഴിയുമോ ആവോ, ദൈവത്തിനറിയാം. കൃതി ബേബി ഒരു താറ്റ കൊടുത്ത താറ്റൊക്കെ തരണം എൻ്റെ കുട്ടി. അപ്പോൾ അതാട്ടോ ഞങ്ങളെ അടുത്ത കർഷകന് ബസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി ബസ്സിലത്തെ കാഴ്ചകളായിരിക്കും ഇനി ഫുള്ളും കാണുന്നത് കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ. ഇനി ആൾക്കാരുണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഓരോ ബ്ലോക്കിൽ നിന്ന് ഇത്ര ആൾക്കാരെന്ന കണക്കില്ല കേട്ടോ കൊണ്ടുപോണത്. അമ്മക്ക് രാവിലെ ചായ കുടിക്കാതെ പോകുന്നത്. ഞാൻ രാവിലെ കുറച്ച് ചായയും ചോറൊക്കെ എടുത്ത് തിന്നുകൊണ്ട് ഞാൻ എനർജി പവറായി.
കൃതി ബേബിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ കൈ വെച്ചിരുന്നു. കാരണം വണ്ടിയിൽ അടങ്ങിക്കണമെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കയ്യിൽ കരുതി വെക്കണം. നമ്പർ 1 എവിടേക്കെങ്കിലും പോകണമെങ്കിൽ. പിന്നെ ഡ്രസ്സ് കാര്യങ്ങൾ അതൊക്കെ റെഡി ആക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്താല്ലേ. അപ്പോൾ ഇതാ കൃതി ബേബിക്ക് ഒരു ചേച്ചീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചീനായിട്ട് കളിച്ചിരിക്കുകയാണ് ബാക്കിൽ ബസ്സിൻ്റെ പുറകുവശത്താട്ടോ. ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പാളി നോക്കുകയാണ് എന്താണ് അവസ്ഥ എന്നൊക്കെ. അപ്പോൾ ആ ചേച്ചീനെ ഭയങ്കര ഇഷ്ടമായിന് കേട്ടോ. ഫുള്ള് ഓളപ്പം തന്നെയാണ്. അപ്പം ഞങ്ങളിങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കാളികാവ്, അതായത് ഞങ്ങൾക്ക് ഇവിടുന്ന് കാളികാവ്, കരുവാരക്കുണ്ട്, പെരിന്തൽമണ്ണ ടു പട്ടാമ്പി പാലക്കാട്. അത് അത്ര നല്ല എളുപ്പമുള്ള വഴിയാണ്. ഞങ്ങൾ മലപ്പുറം ആ ഭാഗത്തല്ല, ഞങ്ങൾ ഈ ഭാഗത്തായതുകൊണ്ട് ഞങ്ങൾക്ക് അതിപ്പോൾ എങ്ങനെ പറഞ്ഞു തരാമെന്നറിയില്ല. ഞങ്ങൾക്ക് ഈ ഒരു റൂട്ട് ഭയങ്കര സുഖമുള്ള ഏരിയയാണ്. പാലക്കാടേക്ക് വേഗം എത്താൻ പറ്റിയ ഏരിയയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ യാത്ര തുടങ്ങി. നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളില്ല, അവിടെ എത്തണ വരെയുള്ള വീഡിയോ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ അടുത്ത പാർട്ട് 2 ആയിട്ടായിരിക്കും ഇടുക. അപ്പോൾ അതും കാണണം കേട്ടോ. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ പോയി കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗവേഷണ കേന്ദ്രത്തിലാണ് നമ്മൾ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഈ സീസണാണ്, നമുക്കറിയാം കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ഇതെല്ലാം അപ്പോൾ ഓരോ സാറുമാരും കർഷകരും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആരാണ്, എന്താണ്, ഏതാ വാർഡെന്നാണ് വരുന്നത് എന്നൊക്കെ കേട്ടോ. അതുപോലെ ഒരു കൃഷിക്കാരനെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആദ്യം പോയ ആളുകളെ കൊണ്ട് പരിചയമുണ്ട്. ഈ ആളുകളുണ്ട് ചോക്കാട് പഞ്ചായത്ത് ഉദരംപേർ പ്രദേശത്താണ്. എനിക്ക് നെല്ല് ഉണ്ടാക്കാനൊക്കെ നെല്ല് കൊല്ലാൻ കിട്ടാറില്ല. മയിലിൻ്റെ ഇക്കുറിയൊക്കെ ആയിട്ട് നെല്ലിട്ടുക. അപ്പോൾ ഞാൻ ഒരു നെല്ല് കൊല്ലിട്ടു. പിന്നെ നെല്ല് നാളികേറുണ്ട്, പിന്നെ തെങ്ങുണ്ട്, കവുങ്ങുണ്ട്. വിവിധ എല്ലാ പച്ചക്കറികളും ചെയ്യുന്നുണ്ട്. കുറേശ്ശെ സ്വന്തമായിട്ടും വിൽപ്പനയ്ക്കായിട്ടും ചെയ്യുന്നുണ്ട്. പയറുണ്ട്, കപ്പുണ്ട്, എല്ലാ കൃഷി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് ചന്ദ്രൻ. എൻ്റെ പേര് മിനി. ഞാൻ വാഴയുണ്ട്, കപ്പുണ്ട്, പിന്നെ ചീര, എല്ലാം കൃതി ബേബി പാട്ട് കേട്ടപ്പോൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിന്നാണ്. അവിടെ നിന്ന് വലിച്ചിട്ട് ഒന്നും പോരുന്നില്ല. ബ്രേക്കൊക്കെ പിടിക്കുമേ ബസ്സിൽ ആവുമ്പോൾ പ്രത്യേകിച്ച് നോക്കണം. പക്ഷെ കുട്ടി പോരണ്ടേ. അമ്മ ഉണ്ടായതുകൊണ്ട് പിന്നെ എനിക്കങ്ങനെ ഒരുപാട് പണികളും കെയറിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ അമ്മ നോക്കിക്കോളും. അങ്ങനെ ഞങ്ങൾ എന്താണ് പെരിന്തൽമണ്ണ എത്തി. ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ, ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണയുടെ സിറ്റിയിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. പെരിന്തൽമണ്ണയിലാണ്. ഹസ്ബൻഡ് MES മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നത്. 3 കുട്ടികളുണ്ട്. മുമ്പ് കീഴാറ്റൂരായിരുന്നു. ഇപ്പം 1 വർഷമായിട്ട്
പരിവാരോട് കൃഷ്ണവനുണ്ട്. എല്ലാവരും തമ്മിൽ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? കഴിഞ്ഞോ? അപ്പൊ നമ്മള് പോകുന്നത് പ്രാദേശിക ഗവേഷണ കേന്ദ്രം RARSലേക്കാണ്, പട്ടാമ്പി. അപ്പൊ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. വളരെ മുമ്പ്, അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1927 പാഡി ബ്രീഡിംഗ് സ്റ്റേഷൻ, അതായത് നെല്ലിന്റെ ഇനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു കേന്ദ്രമായിരുന്നു. പിന്നീട് 1930-കളിലൊക്കെ ഒരു റിസർച്ച് സ്റ്റേഷൻ, അതായത് നെല്ലിന്റെ ഇനങ്ങൾ ഉണ്ടാക്കാൻ മാത്രം. ബസ്സിൽ രാവിലെ പോരുന്നോണ്ട് അറിയില്ല, കൃതി ബേബി വൊമിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ പാലൊക്കെ കുടിച്ച് ഉറങ്ങുകയാണ്. ഇനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അടുത്ത വീഡിയോ പാർട്ട് 2 ആയി വരും. ഇനിയുള്ള കാഴ്ചകൾ പാർട്ട് 2 കേട്ടോ.